ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിന്റെ വചനവുമായി ആയിരിക്കാൻ ദൈവം നമുക്ക് നൽകുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യാം. 2 കൊരിന്ത്യർ 11-ാം അധ്യായമാണ് ഇന്ന് നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. നമ്മൾ 10 വരെയുള്ള അധ്യായങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞല്ലോ. 10-ാം അധ്യായം നമ്മൾ പഠിച്ചു. 10 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ അല്ലെങ്കിൽ അപ്പോസ്തലഷിപ്പിനെ എതിർക്കുന്നവരോടുള്ള മറുപടിയായിട്ടാണ് നാം കാണുന്നത്. അല്ലെങ്കിൽ എന്താ പറയുന്നത്, പൗലോസ് താൻ അപ്പോസ്തോലൻ എന്ന് അപ്പോസ്തലത്തെ പറ്റിയുള്ള തന്റെ അവകാശവാദമെന്ന് വേണമെങ്കിലും പറയാം. പൗലോസ് സാധാരണയായി ഒന്നിലും പ്രശംസിക്കാറില്ല, പക്ഷേ പ്രശംസിപ്പാൻ കൊരിന്ത്യർ തന്നെ നിർബന്ധിക്കുകയായിരുന്നു എന്ന് പൗലോസ് അപ്പോസ്തോലൻ പറയുന്നുണ്ട്. അവിടെ 10-ാം അധ്യായത്തിൽ 4-5 കാര്യങ്ങൾ നാം പഠിച്ചു. പൗലോസ് അപ്പോസ്തോലിനെ അവർ ചോദ്യം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി നമ്മൾ കണ്ടത് 1-ാമത്തെ വാക്യമായിരുന്നു. പൗലോസിനെ പറ്റി അവർ പറയുന്നത് പൗലോസ് അടുത്തിരിക്കുമ്പോൾ ഒരു ഭീരുവിനെ പോലെയും അല്ലെങ്കിൽ താഴ്മയുള്ളവനെ അഭിനയിക്കുകയാണെന്നും, ദൂരത്തിരിക്കുമ്പോൾ ധൈര്യപ്പെടുന്നവൻ അല്ലെങ്കിൽ ഒരു ഗർജിക്കുന്നവനെ പോലെയാണ് എന്ന് പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് അവർ പറഞ്ഞത് പൗലോസ് അപ്പോസ്തോലൻ ജഡപ്രകാരം അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തോലിനും കൂടെയുള്ളവരും ജഡപ്രകാരം നടക്കുന്നു, അല്ലെ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. പൗലോസ് പറയാം, ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരല്ല, ഞങ്ങൾ ജഡത്തിൽ നടക്കുന്നവരാണെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ തകർപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയത്രയെന്ന് പറയുന്നു. അടുത്തതായിട്ട് നമ്മൾ കണ്ടത് പൗലോസ് അപ്പോസ്തോലിനെ പറ്റി അവർ പറഞ്ഞത് പൗലോസ് അപ്പോസ്തോലിന്റെ ലേഖനങ്ങൾ ഊറ്റവും ഘനവും ഉള്ളതാണ്, പക്ഷെ ശരീര സാന്നിധ്യവും ബലഹീനവും വാക്കുകൾ നിന്ദ്യവുമാണെന്നാ പറഞ്ഞല്ലേ. എന്തോ അവർക്ക് പൗലോസ് അപ്പോസ്തോലിനെ അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ചിലപ്പോൾ അവിടെ കയറി വന്നിരുന്ന കള്ള ഉപദേഷ്ടാക്കന്മാർ സാമർഥ്യമുള്ളവരായിരിക്കാം, വാക്ചാതുര്യമുള്ളവരായിരിക്കാം, കാണാൻ ഭംഗിയുള്ളവരായിരിക്കാം, ഒക്കെ ആയിരിക്കാം. പക്ഷെ അവരെ തട്ടിച്ചു നോക്കുമ്പോൾ പൗലോസ് അപ്പോസ്തോലിനെ വില കുറഞ്ഞ ഒരു രീതിയിലാണ് കാണുന്നത്. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ മറുപടിയായിട്ട് പറഞ്ഞു, ഞാൻ അകലെ ഇരിക്കുമ്പോഴാണെങ്കിലും അടുത്തിരിക്കുന്നവരാരും ഒരുപോലെ ഉള്ളവനെന്ന് അങ്ങനെ ചിന്തിക്കുന്നവൻ കരുതിക്കൊള്ളട്ടെ എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടത് പൗലോസിനെയും കൂട്ടരെയും അവരോട് തന്നെ അളക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരായിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ. അപ്പം അവര് തങ്ങളെ തന്നെ തങ്ങളോട് അളക്കുകയും മറ്റുള്ളവരെ അതുപോലെ തന്നെ അളക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചായിരിക്കാം, ചിലപ്പം സ്പിരിച്വാലിറ്റിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചായിരിക്കാം മറ്റുള്ളവരെ അതിനോട് തുലനം ചെയ്യുകയാണ് ചെയ്യുന്നത്. പൗലോസ് നമ്മുടെ അളവുകോൽ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. നമ്മൾ പഠിച്ചു, ക്രിസ്തുവിനോട് ആയിരിക്കും നമ്മളെ തുലനം ചെയ്യേണ്ടത്. അതുപോലെ ദൈവവചനത്താലാണ് നമ്മൾ ദൈവവചനത്തിലൂടെയാണ് ക്രിസ്തുവിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയുന്നത്. പൗലോസും അത് തന്നെയാണ് പറയുന്നത്, എന്റെ അളവുകൾ ക്രിസ്തു തന്നെയാണ് എന്ന്. അപ്പൊ പിന്നെ നമ്മൾ കണ്ടത് 5-ാമതായിട്ട് അവിടെ കണ്ടു, ദൈവം തന്ന പറയുന്നു പൗലോസ് അപ്പോസ്തലൻ ബൗണ്ടറി കടന്നു, അതിര് കടന്നു എന്ന് പറയുന്നുണ്ട്, അല്ലെ. അപ്പൊ അവിടെ പറഞ്ഞ പൗലോസ് പറയുന്നത്, ഞങ്ങള് ദൈവം തന്ന അതിർത്തിക്കകത്ത് വെച്ച് അല്ലെങ്കിൽ ബൗണ്ടറിക്കകത്ത് നിന്ന് മാത്രമേ ശുശ്രൂഷിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് കൊരിന്തും ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അവിടെ കടന്നു വന്ന ഫാൾസ് ടീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ കള്ള ഉപദേഷ്ടാക്കന്മാരാണ് അതിർത്തി കടന്ന് പൗലോസിന്റെ അതിർത്തിക്കകത്ത് കയറിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പൗലോസ് അവരോട് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ ഇനിയും നിങ്ങളുടെ ഇടയിൽ എനിക്ക് ശുശ്രൂഷിക്കാൻ കഴിയും, ഇനിയും നിങ്ങളിൽ ഫലം ഉളവാക്കുവാനായിട്ട് കഴിയും എന്ന് പറയുന്നുണ്ട്. നമ്മൾ അവിടെ കണ്ടു, നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോഴെല്ലാം അനുസരണക്കേടിനും പ്രതിഫലം നൽകുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മാനസാന്തരപ്പെട്ടു വരണം, നിങ്ങളുടെ അനുസരണക്കേടിനെ ക്രിസ്തുവിനോടുള്ള അനുസരണത്താൽ പിടിച്ചടക്കണം എന്ന് പറയുന്നു. നമുക്ക് 11-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. 11-ാമത്തെ അധ്യായം ഞാൻ ആദ്യത്തെ ഒരു വാക്യം വായിക്കാം. നിങ്ങൾ എന്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പൊറുത്തു കൊണ്ടാൽ കൊള്ളായിരുന്നു, അതെ നിങ്ങൾ എന്നെ പൊറുത്തു കൊള്ളുന്നുവല്ലോ. ബുദ്ധിഹീനത മറ്റ് ട്രാൻസ്ലേഷൻസ് ഒക്കെ പറയുന്നത് പോഷത്വം എന്നാണ്. ഇംഗ്ലീഷ് പറയുന്നത് ഫൂളിഷ്നെസ് അല്ലെങ്കിൽ ഫോളി എന്ന് പറയുന്നുണ്ട്. ഞാൻ POC ബൈബിൾ ഒന്ന് വായിക്കാം, അപ്പോൾ ഇച്ചിരി ക്ലിയർ ആവും. അല്പം പോഷത്വം സംസാരിക്കാൻ നിങ്ങൾ സഹിക്കുന്നു എന്ന്
സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് സഹിഷ്ണുത കാണിക്കുന്നുവല്ലോ എന്ന് പറയുന്നുണ്ട്. ഇത്രത്തോളം പൗലോസ് അപ്പോസ്തലൻ അവർക്ക് ലെറ്റേഴ്സ് എഴുതിയിട്ടും പൗലോസിനെ സഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം പൗലോസ് പറയാം, നിങ്ങൾ എന്നെ അങ്ങ് സഹിക്കുക അല്ലേ. അപ്പം നമ്മൾ ആരോടെങ്കിലും ഇഷ്ടമില്ലാത്തവരോടല്ലേ പറയുന്നത്, നിങ്ങൾ എന്നെ അങ്ങ് സഹിക്കുകയല്ലേ എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് പൗലോസ് പറയാം, ഞാൻ ഇപ്പോൾ ഭോഷത്വം സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് പൗലോസ് നമ്മള് 10:18 അവസാനത്തെ വാക്യം കണ്ടു, തന്നെത്താൻ പുകഴ്ത്തുന്നവനല്ല കർത്താവ് പുകഴ്ത്തുന്നതിന് അത്രേ കൊള്ളാവുന്നു എന്ന് പറയുന്നു. അപ്പൊ എന്റെ പൗലോസ് അപ്പോസ്തലൻ ഒരിക്കലും സ്വയം പുകഴ്ത്താനായിട്ട് ആഗ്രഹിച്ചില്ല. പക്ഷെ ആ ഒരു നിർബന്ധം മൂലം പൗലോസ് അപ്പോസ്തലനെ എതിർക്കുന്ന ചിലർ കൊരിന്ത്യയിൽ ഉണ്ടായപ്പോൾ അവരോട് സംസാരിക്കാൻ മാത്രമാണ് താൻ തന്നിൽ പ്രശംസിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ ക്രിസ്തുവേശുവിൽ എനിക്ക് ദൈവ സംബന്ധമായ ഒരു പ്രശംസ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അവൻ ക്രിസ്തുവിൽ മാത്രം പ്രശംസിപ്പാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ തന്റെ ബലഹീനതകളിൽ മാത്രം പ്രശംസിക്കാൻ ആഗ്രഹിക്കുന്ന പൗലോസ് ഇവിടെ തന്റെ അപ്പോസ്തലത്തെ പറ്റി പ്രശംസിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത് എന്തിനു വേണ്ടിയ, തന്റെ പുകഴ്ചയ്ക്കോ മറ്റോ ഒന്നിനും കാരണമായി തീരാനല്ല, പിന്നെയോ തന്നെ എതിർക്കുന്നവരുടെ വായടയ്ക്കുവാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ആ ഒരു പുകഴ്ചയായിട്ട് നമുക്ക് കരുതുവാനായിട്ട് കഴിയും. അപ്പം പൗലോസ് പറയാ, ഞാനിപ്പം ഭോഷത്വം സംസാരിക്കുക. പൗലോസ് തന്നെ പറയും പ്രശംസിക്കുന്ന ഭോഷത്വമാണെന്നല്ലേ. അപ്പം താൻ പറയാ, താൻ ഇപ്പം ഭോഷത്വമാ സംസാരിക്കുന്നത്, പക്ഷെ നിങ്ങൾ എന്നെ സഹിക്കണം, നിങ്ങൾ ഇതുവരെ എന്നെ സഹിച്ചുവല്ലോ എന്ന് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 12:11 താൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ നിർബന്ധിച്ചു, അതുകൊണ്ടാണ് ഞാൻ പ്രശംസിക്കുന്നത്. ഞാൻ മൂഢനാകാൻ കാരണം അല്ല, ഞാൻ ഈ ഭോഷത്വം ഒക്കെ പറയാൻ കാരണം ഈ ലോകത്തിന്റെ ചിന്തകളെല്ലാം ഭോഷത്വമല്ലേ. അപ്പൊ താൻ ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. ഞാൻ അപ്പോസ്തലൻ എന്നൊരു പദവി എനിക്കുണ്ട് എന്നുള്ള ആ ചിന്തയിലല്ല സംസാരിക്കുന്നത്. അപ്പൊ തന്നെത്താൻ പുകഴ്ത്തുവാൻ തനിക്ക് തന്നെ മനസ്സിലായി തന്നെത്താൻ പുകഴ്ത്തുകയാണെന്ന്. പക്ഷെ പറയുകയാണ്, ഇത് ഞാൻ പറയുന്ന ഭോഷത്വമാണെന്ന് അറിയാം, എങ്കിലും നിങ്ങൾ എന്നെ സഹിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം. ആ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിടാതെ നിങ്ങൾ നിൽക്കണം. അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. നമുക്ക് 2-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 2-ാമത്തെ വാക്യം നമ്മളൊക്കെ ഒത്തിരി കേട്ടിട്ടും പഠിച്ചിട്ടും ഒക്കെ ഉള്ള വാക്യങ്ങൾ അല്ലേ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. POC ഒന്ന് വായിക്കട്ടെ. എനിക്ക് നിങ്ങളോട് ദൈവീകമായ അസൂയ തോന്നുന്നു. എന്തെന്നാൽ നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം നടത്തി. അപ്പൊ താൻ തന്നെ കുറിച്ച് തന്നെ പ്രശംസിപ്പാനുള്ള 2-3 കാര്യങ്ങളാണ് താൻ ഇവിടെ പറയുന്നത്. ഒന്ന്, താൻ ദൈവത്തിന്റെ എരിവോടെ കൊരിന്ത്യരെ കുറിച്ച് എരിയുന്നു എന്ന് പറയുന്നു. രണ്ടാമതായിട്ട് പറയുകയാണ്, അവർ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ടു വഷളായി പോകുമോ എന്നൊരു ഭയം തനിക്കുണ്ട്. അതുപോലെ തന്നെ ആ കൊരിന്തിലെ ദുരുപദേഷ്ടാക്കന്മാരെ അവർ അംഗീകരിക്കാൻ ശ്രമിച്ചു. ഒന്നുകൂടെ പറയാം, താൻ ദൈവത്തിന്റെ ദൈവത്തിന്റെ എരിവോടെ കൊരിന്ത്യർക്ക് വേണ്ടി എരിയുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് അവർ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളാകി പോകുമോ എന്നുള്ള ഭയം പൗലോസിനുണ്ടായി. അതുപോലെ തന്നെ അവർ കൊരിന്ത്യയിൽ ആ ദുരുപദേഷ്ടാക്കന്മാരെ അംഗീകരിക്കാൻ, അല്ലെങ്കിൽ അവരെ ശ്രദ്ധിപ്പാൻ, അവരെ കേൾപ്പാൻ ഒക്കെ മനസ്സ് കാണിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പറയാൻ ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോട് താൻ ആ ഒരു പ്രശംസിപ്പാൻ കാരണം തന്നെ, അല്ലെങ്കിൽ തനിക്ക് ഇതൊന്നും പറയേണ്ട, താൻ ജഡത്തിൽ പ്രശംസിപ്പാൻ ആഗ്രഹിക്കുന്നവനല്ല, പക്ഷെ പ്രശംസിപ്പാൻ കാരണമായി തീർന്ന ഈ കാരണങ്ങളാണ്. ഇനി ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ആ ഒരു എരിവ് എന്തിൽ നിന്നാ ഉണ്ടാകുന്നത്? എരിവെന്ന് പറഞ്ഞാൽ ജലസി അല്ലെങ്കിൽ അസൂയ. ആ ഒരു ദൈവഹിതപ്രകാരമുള്ള അസൂയ എന്നൊക്കെ നമുക്ക് പറയാം. ദൈവസംബന്ധമായ ഹിതപ്രകാരം അല്ല, ദൈവസംബന്ധമായ എരിവ് എന്നൊക്കെ നമുക്ക് പറയാം. എന്താ? ആ ഒരു സ്നേഹത്തിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. നമ്മളുടെ കുഞ്ഞുങ്ങൾ കുറ്റം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ വഴക്ക് പറയും അല്ലേ? എന്തിനാ അവരെ വഴക്ക് പറയുന്നത്? നമ്മൾ അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് അല്ലേ?
പക്ഷെ അയലത്തെ കുഞ്ഞുങ്ങൾ കുറ്റം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുമോ? അവരത് കാണിക്കുന്നെന്ന് പറയത്തേ ഉള്ളല്ലേ. പക്ഷെ ആ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ആ കുറ്റം കാണിക്കുന്നെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? രണ്ട് പൊട്ടീര് വെച്ചു കൊടുക്കും അല്ലേ. ഇവിടെ ഇത് തന്നെയാണ് പറയുന്നത്. പൗലോസിന്റെ ആ പിതൃ സ്നേഹത്തെയാണ് ഇവിടെ കാണുന്നത്. ആ ഒരു നമ്മള് പറഞ്ഞായിരുന്നല്ലോ, പൗലോസ് അപ്പോസ്തലൻ പറയുന്ന നിങ്ങൾ ജനിപ്പിച്ച ദൈവത്തെ ആത്മീകമായി സുവിശേഷത്താൽ ജനിപ്പിച്ചത് ഞാനാണെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പൊ ഇവിടെ പറയാണ് ദൈവത്തിന്റെ എരിവോടെ നിങ്ങളെ എറിയുന്നു. അപ്പം ദൈവം നമ്മെ സ്നേഹിച്ചത്, ദൈവം നമ്മെ ശിക്ഷിക്കുന്ന അതുപോലൊക്കെ തന്നെ ദൈവത്തിനുള്ള ഏറ്റവും നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച ദൈവം നാം വഷളായി പോകുമ്പോൾ ദൈവം നമ്മെ ശിക്ഷിക്കുന്നു. അല്ലെങ്കിൽ നമ്മെ കുറിച്ച് വേദനിക്കുന്നു, മനസ്സ് എരിയുന്നു. ആ ഒരു വേദനയോട് തന്നെ ഞാൻ നിങ്ങളെ കുറിച്ചും എരിയുകയാണ്, അല്ലെ കൊരിന്തരെ കുറിച്ചും. ആ ഒരു പിതൃ സ്നേഹത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ എരിവ്, ദൈവത്തിന്റെ എരിവ് മനുഷ്യരുടെ എരിവ് പോലെയാണോ? ഒരിക്കലും അല്ല, അല്ലേ. നമ്മൾ പുറപ്പാട് പുസ്തകത്തിന് 34:14 ഇങ്ങനെ കാണുന്നു, എടുക്കണ്ട. യഹോവയുടെ നാമം തീഷ്ണൻ എന്നാകുന്നു, അവൻ തീഷ്ണതയുള്ള ദൈവം തന്നെ. അവിടെ പറയാനായിട്ട് കാരണം ഇസ്രായേൽ മക്കൾ അന്യ ദൈവങ്ങളെ നമസ്കരിപ്പാൻ ഇടയായി തീർന്നു, വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കിയതുകൊണ്ട് അവിടെ പറയുന്നത്. ആ ദൈവത്തിന്റെ ആ വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡിൽ നിന്നും മാറി അവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നൊരു ദൈവം അല്ലേ. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് ഒരു കൽപ്പനയൊക്കെ നിയമമൊക്കെ കൊടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴാണ് അവര് അന്യദൈവങ്ങളെ നമസ്കരിക്കുന്നത്. അപ്പൊ ആ തീഷ്ണത അവിടെ കാണാം, സ്നേഹത്തിൽ നിന്നുള്ളൊരു തീഷ്ണത അവിടെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മള് 34:4 പറയുന്നുണ്ട്, യഹോവയുടെ നാമം തീഷ്ണൻ എന്നാകുന്നു. ഇവിടെ ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നുളവാകുന്ന തീഷ്ണത എന്തുകൊണ്ടാണ്? വിശുദ്ധിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ ദൈവിക നിയമങ്ങളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ദൈവം കാണിക്കുന്ന ആ തീഷ്ണത. അല്ലാതെ ദൈവത്തിന് നമ്മെ ശിക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാ കാര്യത്തിനും ദൈവം ശിക്ഷിക്കുന്ന ദൈവമൊന്നുമല്ല. പക്ഷെ ദൈവശുദ്ധിയിൽ നിന്ന് മാറിപ്പോകുമ്പോഴും അതുപോലെ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് ഉപദേശങ്ങൾക്ക് വിപരീതമായി നാം പോകുമ്പോഴും, അല്ലെങ്കിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ, അല്ലെ ആ സുതാര്യതയോടെ ഇന്റഗ്രിറ്റി നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല, അങ്ങനെ വരുമ്പോഴാണ് ദൈവം തീഷ്ണതയുള്ള ദൈവം ആയി തീരുന്നത്. അതുപോലെ തന്നെ പൗലോസ് ഇവിടെ പറയാം, നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ്, പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് വ്യതിചലിച്ചു പോയി എന്ന് പറയുന്നു. ആ പിതാവിന്റെ സ്നേഹമാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. ആ ഒരു അപ്പൻ മകളെ വേറെ ഒരു ഭർത്താവിന് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്, ഒരുവന് വിവാഹം കഴിച്ചു കൊടുക്കുന്ന അതേ റെസ്പോൺസിബിലിറ്റിയാണ് പൗലോസും പറയുന്നത്. അപ്പം പൗലോസ് പറയാൻ, ഞാൻ നിങ്ങളുടെ സ്പിരിച്വൽ ഫാദർ ആണ്. നമുക്കറിയാം, ഒരു പിതാവ് പെൺമക്കളുള്ള മാതാപിതാക്കളുടെ വിഷമം നമുക്കറിയാം. അവരെ ഒന്ന് വിവാഹം കഴിച്ചു കൊടുക്കുന്നത് വരെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ദുഃഖം നമുക്കറിയാവുന്നതല്ലേ. നമ്മളൊക്കെ അങ്ങനെ വന്നവരാ. നമ്മളുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന എന്താ? വിവാഹം കഴിക്കുന്നത് വരെ എൻ്റെ മകൾ നിർമ്മലയായി തന്നെ ഇരിക്കണം, അതല്ലേ. അപ്പം ഇവിടെ ഒരു വിവാഹ നിശ്ചയം, അല്ലെ ഒരു പിതാവ് ഒരു മകളെ ഒരു വിവാഹം കഴിച്ചു കൊടുക്കുന്ന ആ സാമ്യതയിലാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഞാൻ പിതാവിന്റെ വിഷമം, ഒരു വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ വിവാഹം വരെ അവൾ നിർമ്മലയായി ഇരിക്കണമെന്ന് ഏത് പിതാവിന്റെ ആഗ്രഹമാ, അല്ലേ. അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ ക്രിസ്തുവിന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ആ കുഞ്ഞാടിന്റെ കല്യാണം വരെ, അല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ നിങ്ങൾ അതുപോലെ തന്നെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പിതാവിന്റെ സ്നേഹം അവിടെ കാണുന്നത്. നമ്മള് 1 കൊരിന്ത്യർ 4:15 പറയുന്നത്, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുവേശുവിൽ ഞാനല്ലോ
സുവിശേഷത്താൽ നിങ്ങളെ ജനിപ്പിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ 2 കൊരിന്ത്യർ 12:14 കാണുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചരദിക്കുന്നു. അമ്മയപ്പന്മാർ മക്കൾക്ക് വേണ്ടി ചരദിക്കുന്നത് പോലെ, ഒരു അപ്പനെ പോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചരദിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചതാണ് 1 കൊരിന്ത്യർ 9:1 എന്റെ അപ്പോസ്തലത്തിന്റെ മുദ്ര നിങ്ങളല്ലയോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആ പിതൃസ്നേഹത്തെയാണ് കാണിക്കുന്നത്. പക്ഷെ അവര് അതിൽ നിന്നും വിട്ടുപോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തു എന്ന ഏക പുരുഷന്, ഒരേ ഒരു പുരുഷന്, വേറെ ആർക്കുമല്ല, ക്രിസ്തു എന്ന ഏക പുരുഷന് കൊരിന്ത്യരെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പം ക്രിസ്തുവാണ് സഭ, കൊരിന്ത്യയിലെ സഭയെ അല്ലെ, സഭയിലുള്ളവരെ, സഭയുടെ മണവാട്ടിയായ സഭയുടെ വരനെ കർത്താവായ യേശു ക്രിസ്തുവാണ് അല്ലെ. പഴയ നിയമത്തിലും ദൈവത്തെ എന്താ പറയുന്ന ആ ഒരു ഭർത്താവായിട്ട് നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒത്തിരി വാക്യങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് 1-2 വാക്യങ്ങൾ വായിച്ചു പോകാം. യെശയ്യാവിന്റെ പുസ്തകം 54:5, 6 വാക്യങ്ങൾ. യെശയ്യാവിന്റെ പുസ്തകം 54:5, 6 വാക്യങ്ങൾ വായിക്കാം. ദൈവത്തെ ഭർത്താവ് എന്ന് പറയുന്ന ആ വാക്യങ്ങൾ നമുക്ക് നോക്കാം. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം, ഇസ്രയേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു. ഉപേക്ഷിക്കപ്പെട്ട് മനോവ്യസനത്തിൽ ഇരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. യൗവനത്തിൽ വിവാഹം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞ ഭാര്യ എന്ന പോലെ തന്നെ എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. അതുപോലെ തന്നെ യിരെമ്യാവിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇസ്രയേലിനെ വധുവായിട്ടും അല്ലെങ്കിൽ ഭാര്യയായിട്ടും ദൈവത്തെ ഭർത്താവായിട്ടും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യിരെമ്യാവ് 2:2. നീ ചെന്ന് യെരൂശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്തു തന്നെ നീ എന്നെ അനുഗമിച്ചു നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഓർക്കുന്നു. ആ ഒരു വിവാഹം നിശ്ചയിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അന്നത്തിൽ നിന്നും മാറി യെരൂശലേം അല്ലെങ്കിൽ യഹൂദ ജനം ദൈവത്തെ വിട്ടുമാറി. ഇവിടെ പറയാ, നീ എന്നെ അനുഗമിച്ചു നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അതിൽ നിന്ന് മാറി. 3:14 നമുക്ക് വായിച്ചാലോ. 3:14. വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവീൻ എന്ന യഹോവയുടെ അരുളപ്പാട്, ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്, ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുത്തനെയും വംശത്തിൽ 2 പേരെയും വീതമെടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരും. അപ്പം ആ യെരൂശലേം പാപം ചെയ്തു, അല്ലെങ്കിൽ യഹൂദ ഇസ്രായേൽ മക്കൾ പാപം ചെയ്തു, ആ എന്താ പറയുന്നത്, പരസംഗം ചെയ്തു, ദൈവത്തിൽ നിന്ന് അകന്നുപോയി, അന്യദേവന്മാരെ നമസ്കരിക്കാനായിട്ട് പോയി. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്ന് പറഞ്ഞ ദൈവത്തെ വിട്ട് അന്യദൈവങ്ങളിലേക്ക് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവിൻ, യഹോവയുടെ അരുളപ്പാട്, ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. ഹോശേയ പുസ്തകത്തിലും ഇസ്രയേലിനെയും ദൈവത്തെയും തമ്മിലുള്ള ഒരു ബന്ധമാണ്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ബന്ധമാണ് പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം. 2:19-20. ഹോശേയ 2:19-20. ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അതെ, നീതിയോടും ന്യായത്തോടും ദയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ വിശ്വസ്തയോടെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. നീ യഹോവയെ അറിയുകയും ചെയ്യും. അപ്പം ആ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുമ്പോൾ ആ അവസ്ഥ, ആ പരസംഗം ചെയ്തു പോകുന്ന അവസ്ഥയാണ് ദൈവത്തെ വിട്ട് മാറുന്ന അവസ്ഥ എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എഫെസോസിലെ സഭയോട് ദൂത് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, എങ്കിലും ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട് എന്ന് എഫെസോസിലെ സഭയോട് പറയുന്നു. എഫെസ്യ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ക്രിസ്തുവിന്റെ മണവാട്ടി സഭയെ
മണവാട്ടിയായ സഭയെ ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവിനോടും കൂടി തുലനം ചെയ്യുന്ന ആ ഭാഗവും നമുക്ക് കാണുവാനായിട്ട് കഴിയും. എഫേസ്യർ ലേഖനം 5:23. ക്രിസ്തുവിനെ സഭയുടെ ഭർത്താവായിട്ട് അല്ലെങ്കിൽ ആ മണവാളനായിട്ട് കരുതുന്നു. 5:23 ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴടങ്ങണം. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, 26 അവൻ അവളെ വചനത്തോടു കൂടിയ സ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പം എപ്പോഴും ക്രിസ്തുവിന്റെ ആഗ്രഹം എന്ന് പറയുന്ന സഭ കറ ചുളുക്കം ഒക്കെ ഒന്നും ഇല്ലാതെ നിർമ്മല കന്യകയായിരിക്കേണ്ട ആ ദൈവത്തിന്റെ എരിവോട് തന്നെ പൗലോസ് കൊരിന്ത്യരെ കുറിച്ച് എരിയുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ നിർമ്മലതയിലും ഏകാഗ്രതയിലും വളർന്നു വരിക. അതുപോലെ എഫേസ്യർ ലേഖനം 5 ബാക്കി നമ്മൾ വായിക്കുമ്പോൾ 32 വാക്യത്തിൽ പറയുന്ന ഈ മർമ്മം വലുത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത് എന്ന് പറയുന്നു. പക്ഷെ നമ്മള് അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ വെളിപ്പാട് 19:7, എനിക്കറിയാം ഒത്തിരി വാക്യം ഞാൻ വായിക്കുന്നുണ്ട്. 19:7 നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുമല്ലോ, അവന്റെ കാന്തിയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. അപ്പം ഇതൊക്കെ നമ്മൾ വായിച്ചതിന്റെയൊക്കെ അർത്ഥം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ക്രിസ്തുവിന് മണവാട്ടിയായി നമ്മെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ക്രിസ്തുവിന്റെ കുഞ്ഞാടിന്റെ കല്യാണം വരെയും നാം നിർമ്മലതയോടെ ജീവിക്കാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ നിർമ്മലത, ആ വെരി പ്യുവർ, ആ പ്യുവറായിട്ട് തന്നെ ഇരിക്കണം. ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ഒരുവന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക, മറ്റൊരുവനായി തീരരുത്. ഒരുവന് വേണ്ടി വിവാഹം ചെയ്യുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ മറ്റൊരുവന് ആയി തീരരുത്. നമ്മള് റോമാലേഖനം 7:4 ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നാം ആർക്ക് വേണ്ടിയിട്ടാണ് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത്? ഒരുവന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ്. ആർക്ക് വേണ്ടി? മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവേശുവിന് നാം ആയിരിക്കുകയാണ്. അവരോട് അന്ന് റോമാലേഖനം യഹൂദന്മാർക്ക് എഴുതുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചവരായിരുന്നു. നിങ്ങൾ ന്യായപ്രമാണത്തിന് ഇപ്പൊ മോചനം പ്രാപിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനുമായ വേറൊരുവന് ആകേണ്ടതിന് നിങ്ങൾ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നാമും ഒരു കാലത്തിന് പാപത്തിന് അടിമകളായിരുന്നു, അല്ലേ? നാം പാപത്തിന് നമ്മെ തന്നെ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു നമ്മുടെ, അല്ലെ? പാപത്തിനും മരണത്തിനും അധീനമായ ഒരു ജീവിതമായിരുന്നു. അതിൽ നിന്നെല്ലാം ദൈവം നമ്മെ വിടുവിച്ച് ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തെ നമ്മെ വീണ്ടെടുത്ത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് നാം ആയിത്തീർന്നിരിക്കുകയാണ്. അപ്പം നാം അങ്ങനെ ആയിരിക്കുമ്പോൾ പൗലോസ് പറയുന്നത് പോലെ ദൈവം നമ്മെ ആ ക്രിസ്തുവിന് ഒരു പിതാവിന്റെ മനസ്സ് എങ്ങനെയോ തന്റെ മകൾ അല്ലെങ്കിൽ ആ ഒരു കല്യാണ നിശ്ചയം തുടങ്ങി അല്ലെങ്കിൽ കല്യാണം വരെ എങ്ങനെ നിർമ്മലതയായി കാത്തു സൂക്ഷിക്കണം, അത് പിതാവിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെ? നമ്മൾക്കും അതുപോലെ തന്നെ ആയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മളെ ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ കയ്യിലാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്, അല്ലെ? പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുപോകാതെ ആ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവിനാൽ നമ്മെ നടത്തുന്നു, അല്ലെ? നാം ദൈവവചനം ധ്യാനിക്കുമ്പോൾ ആത്മാവ് നമ്മെ നമ്മളുടെ കറയും ചുളുക്കുമൊക്കെ മാറ്റിയിട്ട് ക്രിസ്തുവിനോട് അനുരൂപപ്പെടാനായിട്ട് നമ്മെ ഇപ്പോഴും ശിക്ഷിച്ചു വളർത്തിക്കൊണ്ടേയിരിക്കുന്നു, അല്ലെ? ഇവിടെ പൗലോസ് അപ്പോസ്തലനും പറയുക, പൗലോസിനൊരു പേടിയാ. അവിടെ വന്ന കള്ള അപ്പോസ്തലന്മാർ നിമിത്തം അവരെ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട്
മാറിപ്പോകുമോ എന്നു മാത്രം. ഒരു ഏകനോടുള്ള സ്നേഹത്തിലായിരിക്കേണ്ട സ്ഥലത്ത് അവര് പലരോടുള്ള സ്നേഹത്തിലാകുവാനായിട്ട് ഇടയായി തീർന്നു അല്ലെ. അപ്പം നമ്മൾ പറഞ്ഞ ആ ഒരു ഭയം, എന്തിനാ ഒരു ഭയം ഉണ്ടാകുന്നത്? ഒരു അപകടം വരുമോ എന്ന് ഒരു ഭയമുണ്ട്. അത് വരാൻ ചാൻസ് ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിന്റെ മോഹങ്ങൾ, അതിന് പിന്നിലെല്ലാം ഒരു ശക്തിയുണ്ട്. അതിന്റെ എല്ലാം നമ്മെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നിന്ന് നമ്മെ കൊണ്ടുപോകാതെ നമ്മെ പിടിച്ചു വലിക്കുന്നതുകൊണ്ട് ഇവിടെ പറയുന്ന ആരാ അതിന്റെ ശത്രുവായിട്ട് നിൽക്കുന്നത്? മൂന്നാമത്തെ വാക്യത്തിൽ എന്നാ പറയുന്നത്? എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു കല്യാണം കഴിക്കുന്നത് വരെ പിതാവിന് മകളെ കുറിച്ചുള്ള ഭയം പോലെ പൗലോസിനും കൊരിന്ത്യരെ കുറിച്ചൊരു ഭയമുണ്ട്. എന്തോ ഒരു അപകടം പിണയുന്നു. ആ അപകടത്തിന് പിന്നിൽ ഒരു വില്ലനുണ്ട്, അല്ല ഒരു വ്യക്തിയുണ്ട്. അതാരാ? സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ അല്ലെ. ആ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ? നിർമ്മലതയോടിരിപ്പാൻ, വിശുദ്ധിയോടിരിപ്പാൻ, ഏകാഗ്രതയോടിരിപ്പാൻ, ഒരാൾക്ക് മാത്രം സമർപ്പിക്കപ്പെട്ട ജീവിതമായിരിക്കാനാണ് പൗലോസ് കൊരിന്ത്യരെ ക്രിസ്തുവിന് വിവാഹ നിശ്ചയം കഴിപ്പിച്ചത്. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ, ഉപായത്താലാ ചതിച്ചതല്ലേ. ഇവിടെ ആ നിർമ്മലത മാറുവാൻ, ആ ഏകാഗ്രത മാറുവാൻ ഒരുവൻ കാരണമായി തീർന്നു. സർപ്പമാണ് അവിടെ കാരണം, അല്ലെ സാത്താനാണ് കാരണമായി തീർന്നത്. നമ്മളെ ഏതലിൽ കാണുന്ന പോലെ എപ്പോഴും തന്നോടുകൂടെ ഇരിപ്പാൻ ദൈവം ആദമിനെയും ഹവ്വയും സൃഷ്ടിച്ചപ്പോൾ, പക്ഷെ അവിടെ ഒരു വ്യക്തി അതിന്റെ ഇടയിലേക്ക് നുഴഞ്ഞ് കയറി വരികയാണ് ചെയ്തത്. നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് പോകാം. 1, 2, 3, 4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം. യഹോവയായ ദൈവമുണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ദൈവത്തിന്റെ ആ വചനത്തെ, ദൈവത്തിന്റെ വാക്കിനെ ക്വസ്റ്റ്യൻ ചെയ്യുക എവിടെ ചെയ്ത് അല്ലേ. അപ്പൊ നമ്മൾ പറയും വചനം ക്വസ്റ്റ്യൻ ചെയ്യാനെന്നവർക്ക് എഴുതപ്പെട്ട വചനമൊന്നും, എഴുതപ്പെട്ടതാണേലും പറയപ്പെട്ടതാണേലും ദൈവത്തിന്റെ വാക്ക് തന്നെയാ അല്ലേ. അപ്പൊ അവിടെ സാത്താൻ ഹവ്വയോട് ചോദിക്കുകയാണ്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ നമുക്ക് വെറുതെ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് സംശയമൊന്നും തോന്നത്തില്ല. ഒരു ക്വസ്റ്റ്യനായിട്ട്, അതൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചപ്പോഴാണ് അവിടെ സംശയം ജനിക്കാനായിട്ട് കാരണമായി തീർന്നത്. 2-ാമത്തെ വാക്യം വായിക്കാം. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടത് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചത്. അത് ദൈവത്തിന്റെ വാക്കാണ്. എന്നിട്ട് പാമ്പ് സ്ത്രീയോട് പറയാം, 4-ാമത്തെ വാക്യം, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ദൈവത്തിന്റെ വാക്കിനെ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മരിക്കത്തില്ല, ദൈവം കള്ളം പറഞ്ഞതാ അല്ലെ. ഡിനൈങ് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പൊ നമ്മള് അത് കഴിഞ്ഞ് കാണുന്ന 5-ാമത്തെ വാക്യം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി പോലെ ആക്കുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ഇത് ദൈവം പറഞ്ഞ എന്തുവാ? നിങ്ങൾ തിന്നുന്ന നാളിൽ മരിക്കുമെന്നാ പറഞ്ഞത്. ഇവിടെ സാത്താൻ പറയുന്ന എന്താ പറയുന്നേ? നിങ്ങള് ദൈവത്തെ കണ്ണു തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറയാ. റീപ്ലേസ് ചെയ്യുക, ദൈവത്തിന്റെ വചനത്തെ സ്വന്തം വാക്കുകൾ കൊണ്ട് അവിടെ റീപ്ലേസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ അവിടെ സംഭവിച്ചത് എല്ലാം ആ ഒരു ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇക്കാലത്തും സാത്താൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അല്ലേ. ആ സാത്താന്റെ ചിന്തകളിലെ, ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് സഭയെ വലിക്കുവാൻ ആവശ്യമായ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എല്ലാം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഏതെങ്കിലും അത് തന്നെയാണ് സംഭവിച്ചത്. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മെ മാറ്റുവാൻ തക്കതായ ഉപായങ്ങളാലാണ് സാത്താൻ വഞ്ചിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ 3:13 നമ്മൾ വായിച്ചാൽ അവിടെ കാണും, പിന്നെ ഹവ്വയ്ക്ക് മനസ്സിലായി പാമ്പ് ചതിച്ചതാണെന്നല്ലേ. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ഇത് ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. ചെയ്തു കഴിഞ്ഞ്, പാപം ചെയ്ത്
ആ ഒരു മരണത്തിന് അധീനമായ ശരീരത്തിലൊക്കെ ആയി കഴിഞ്ഞപ്പോഴേ അവരുടെ കണ്ണ് തുറന്നപ്പം മനസ്സിലായി ഞങ്ങള് തെറ്റ് ചെയ്തു എന്ന് മനസ്സിലായി. പക്ഷെ തെറ്റ് ചെയ്തിട്ടും മാനസാന്തരപ്പെടുവാനൊരു ആഗ്രഹം അവരിൽ ഉണ്ടായില്ല. ഓടി ഒളിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ ആരാ വഞ്ചിച്ചേക്കുന്ന? ക്രിസ്തുവിന്റെ നിർമ്മലതയിൽ നിന്നൊക്കെ ഏകാഗ്രതയിൽ നിന്നൊക്കെ വിട്ടുപോകാനായിട്ട് അവരെ വഞ്ചിച്ചത് കൊരിന്തിലെ ആ കള്ള അപ്പോസ്തലന്മാരാ അല്ലേ? അവരെ കുറിച്ച് 2 കൊരിന്ത്യർ 11:13 ഇങ്ങനെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ഈ അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ, ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യമല്ല. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. അപ്പൊ ആ ഒരു സാത്താന്റെ തന്ത്രമാണ്. ഉപായത്താൽ നേരെ ഒന്നൊന്നും ചതിക്കത്തില്ല. സാത്താൻ 2 കൊമ്പൊക്കെ വെച്ചു നമ്മുടെ മുമ്പ് വന്ന് കറുത്ത വേഷത്തിൽ നമ്മുടെ മുമ്പ് വന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം അങ്ങനെയൊന്നും വരത്തില്ല അല്ലേ? വെളിച്ചദൂതന്റെ വേഷത്തിലാണ് സാത്താൻ വരുന്നത്. ഉപായത്താൽ വചനം മാറ്റി പറഞ്ഞിട്ടാണ് വഷളാക്കുന്നത്. നമ്മള് 2 കൊരിന്ത്യർ 2:11 നമ്മൾ പഠിച്ചതല്ലേ? അവിടെ പറയുന്ന സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. തന്ത്രങ്ങളുമായിട്ടാ വരുന്നത് അല്ലെ? തന്ത്രങ്ങളുമായിട്ട് വന്ന് ചതിക്കുവാനായിട്ട് ഇടയായിത്തീരും. എങ്ങനെയാണ് ചതിക്കുന്നത്? ആ ഒരു മനസ്സിനെ കുരുടാക്കി വെക്കുക അല്ലെ? മനുഷ്യന്റെ മനസ്സിനെ കുരുടാക്കി ഒരു മൂടുപടം ഇട്ട് വെക്കുകയാണ്. നമ്മള് 2 കൊരിന്ത്യർ 4:4 എങ്ങനെയാ പറയുന്നേ? ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിപ്പാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി വെച്ചുക. അപ്പൊ സാത്താൻ കുരുടാക്കും, വഞ്ചിക്കും, ചതിക്കും. ഇവിടെ സംഭവിച്ചത് വഞ്ചിക്കുക, ചതിക്കുക, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുവാനായിട്ട് ഇടയായി തീർന്നു. ചതിച്ചു. ഏതെങ്കിലും സംഭവിച്ചതുപോലെ തന്നെ ചതിക്കപ്പെട്ട ഒരവസ്ഥയിൽ ആയി തീർന്നിരിക്കുകയാണ്. ദുരുപദേഷ്ടാക്കന്മാർ അവരെ കൗശല വാക്കുകളും കന്നരസമാകുമാറ് വാക്കുകളും ഒക്കെ പറഞ്ഞ് അവരെ ചതിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ആ പൗലോസിന്റെ ആഗ്രഹം ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രയും അവർ കാത്തു സൂക്ഷിക്കണം. പക്ഷെ അത് അവര് അതിൽ നിന്നും വിട്ടുപോകുവാനായിട്ട് ഇടയായി തീർന്നു. പിശാചിന്റെ തന്ത്രത്തിന് വഴങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിശാചിനെ കുറിച്ച് പറയുന്നത്, അവൻ എന്നാ പറയുന്നത്? അവൻ പോഷ്കു പറയുന്നവനും അതിന്റെ അപ്പനും ആകുന്നു എന്ന് എവിടെയാ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിലാ പറയുന്നത് അല്ലെ? യോഹന്നാന്റെ സുവിശേഷം 8:44 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 8:44. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായ്കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്കു പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയുന്നു. അവൻ ഭോഷ്കു പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഭോഷ്കു പറഞ്ഞാണ് ഇവര് സാത്താൻ സഭയെ ചതിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ നിർമ്മലതയും ഏകാഗ്രതയും വിട്ടുപോകുവാനായിട്ട് ഇടയായി തീരുന്ന ഭോഷ്കിനാലാണ്. നേരെ വന്നു പറഞ്ഞാൽ ആരും കേൾക്കത്തില്ല അല്ലേ? പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയെ കുറിച്ചും ഇങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ അവര് ആ നിർമ്മലത വിട്ട് പിന്മാറി പോയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോകാം. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം 4-ാം വാക്യം, 4-5 വാക്യങ്ങൾ വായിക്കാം. നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. ഔവണ്ണം തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു. ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു. ഇപ്പോൾ തീമോഥെയോസ് നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റിയും ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മ ഉണ്ട് എന്നുള്ള സ്വവർത്തമാനം അറിയിച്ച കാരണത്താൽ. അപ്പൊ അവിടെ അവർ ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നതും എല്ലാം അവരുടെ നേരെയുള്ള പീഡനങ്ങളും, അധികം പീഡനം ഏറ്റൊരു സഭയാണ് തെസ്സലോനിക്ക സഭ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പൗലോസും തീമോഥെയോസും ഒന്നും അവിടെ ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ അവരിങ്ങനെ ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോകുമോ എന്നൊരവസ്ഥ വരുന്ന ഒരു സാഹചര്യം അവിടെയും ഉണ്ടായി. അപ്പം പൗലോസ് അപ്പോസ്തലന് ഒരു ഭയം ഉണ്ടായിരുന്നു. കൊരിന്ത്യരെ
കൂടെ കൊരിന്ത്യരെ പോലുള്ള അവസ്ഥ അവർക്കും ഉണ്ടായിത്തീരുമോ എന്ന്. പക്ഷേ തീമോത്തിയോസിനെ അവിടെ അയക്കുകയും തീമോത്തിയോസ് വന്നിട്ട് അവരുടെ വിശ്വാസത്തെ കുറിച്ച് എന്നെ പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റിയും ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ അവരുടെ വിശ്വാസം മാറിപ്പോയില്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അത് സന്തോഷിക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ എല്ലാ സഭയിലും ഇപ്പോഴും അങ്ങനെയുള്ള അവസ്ഥകൾ ഏറ്റവും ഉണ്ടാകുന്ന അവസ്ഥയാണ്. കാരണം നമ്മൾ കേൾക്കുന്ന ഒന്നും എല്ലാം ഒന്നും നല്ല കാര്യങ്ങളല്ല. നമ്മൾ നല്ലത് അറിഞ്ഞാൽ മാത്രമേ തീയത് എന്തെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. നാം ക്രിസ്തുവിനോട് അനുരൂപമായി തീരണം, അല്ലെ? നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. നാം അങ്ങനെ തന്നെ ആകുന്നു. നാം ആ ക്രിസ്തുവിന് അനുരൂപമായി തീരണം. ഈ പറയുന്നുണ്ടല്ലോ, 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ നിർമ്മലീകരിക്കണം, അല്ലെ? നമ്മളെ തന്നെ നിർമ്മലീകരിക്കണമെന്ന് പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, തുടങ്ങുന്നത് തന്നെ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്ന് പറയുന്നു, അല്ലെ? അപ്പൊ ആ ഒരു എക്കാലത്തും ഈ ലോകം മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, വെറുതെ എല്ലാവരെയും ഒന്നും വിളിക്കത്തില്ല. ദൈവത്തിന്റെ നിർമ്മലതയിലും ഏകാഗ്രതയിലും ജീവിക്കുന്നവരെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനായിട്ട് ഏത് കൊടിയ വഞ്ചനയും പ്രയോഗിച്ചുകൊണ്ട്, കൗശലം പ്രയോഗിച്ചുകൊണ്ട്, ഉപായം പ്രയോഗിച്ചുകൊണ്ട് സാത്താൻ കൂടെ വരുന്നൊരവസ്ഥയുണ്ട്. അതിൽ നിന്നും മാറിപ്പോകണം. സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ, തന്ത്രങ്ങളെ അറിയണം. തന്ത്രങ്ങളെ അറിഞ്ഞാൽ മാത്രമേ തന്ത്രത്തിൽ നിന്നും മാറി നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. തെസ്സലോനിക്ക ലേഖനം പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ, അല്ലെ? ആ ഓരോരുത്തൻ വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്ക് ആയിത്തീരുവാനാണ് പൗലോസ് അപ്പോസ്തലനും ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യയായി ഞാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുകയാണ്. ഞാനൊരു പിതാവിനെ പോലെ നിങ്ങളെ ക്രിസ്തുവിന് കൈ കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ആ ക്രിസ്തു വരുന്നത് വരെ നിങ്ങളും ആ നിർമ്മലതയിലും ഏകാഗ്രതയിലും തന്നെ ആയി തീരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എനിക്കിപ്പോൾ ഒരു ഭയമുണ്ട്, എന്തോ അപകടം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അവരുടെ ആ വഞ്ചനയിൽ തെറ്റിപ്പോകരുത്. നിങ്ങൾ ദൈവമാ, നിങ്ങളോട് പറഞ്ഞ, ഞാനല്ലേ നിങ്ങളെ ഉപദേശിച്ചെന്ന ആ വചനത്തിനനുസരിച്ച് നിങ്ങൾ നടക്കണമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അവിടെ എന്തുവാ പറഞ്ഞത്? അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, അവിടെ അപകടം വന്ന് എന്താണെന്ന് പറയുന്നുണ്ട്. 4-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. 4-ാമത്തെ വാക്യം, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. പ്രശ്നം എന്താ അവിടെ പറ്റിയത്? ഒരുത്തൻ വന്ന്, ഇവിടെ അപ്പോസ്തലൻ വന്നിട്ടാണ് ദൈവവചനം പറഞ്ഞത്. ഇവിടെ എവിടെ നിന്നോ വന്ന ഒരുത്തൻ, ദൈവം അയക്കാത്ത ഒരുത്തൻ. അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ അയക്കപ്പെട്ടവൻ, ദൈവനിയോഗത്താൽ അയക്കപ്പെട്ടവനാ. ഇവിടെ ഒരു നിയോഗവും ഇല്ലാത്തവൻ, ദൈവം അയക്കാത്ത ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിച്ചു. നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷം നിങ്ങളോട് പറഞ്ഞു. പക്ഷെ അവരെന്താ ചെയ്തത്? അതിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ അത് പൊറുക്കുന്നത് ആശ്ചര്യമെന്ന് പറയുക. എനിക്കത് അതിശയം തോന്നുന്നു. നിങ്ങളെ ക്രിസ്തുവിന്റെ ഏകാഗ്രതയിലും നിർമ്മലതയിലും ഇരുന്നവർ, 1.5 വർഷക്കാലം പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യയിൽ ഇരുന്ന് അവർക്ക് വചനം പറഞ്ഞു കൊടുത്തതാ, അല്ലേ? ആ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ ആ ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങൾ ഉറപ്പായിരിക്കുന്നു. നിങ്ങൾ സകലത്തിലും, സകല വചനത്തിലും, സകല പരിജ്ഞാനത്തിലും തന്നെ സമ്പന്നരായിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി ക്രിസ്തുവിന്റെ ആ പ്രത്യക്ഷത കാത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പൊ ആ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരുന്ന
ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരുന്നവർ എന്തുവാ പറ്റിയത്? അവര് ക്രിസ്തുവിനെ വിട്ട്, ക്രിസ്തുവിനുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് ആ കള്ള അപ്പോസ്തലന്മാരുടെ അല്ലെ കള്ള ഉപദേഷ്ടാക്കന്മാരുടെ പുറകെ പോയി. അവർ പ്രസംഗിച്ച മറ്റൊരു യേശുവിന്റെ പുറകെ പോയി അല്ലെ. ഇവിടെ പറയുന്നത് എങ്ങനെയാ? ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ഇവിടെ വേറൊരു യേശുവിനെ പ്രസംഗിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏത് യേശുവിനെയാണ് പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചത്? നമുക്ക് വേണ്ടി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ ഒരു ക്രിസ്തുവിനെയാ പ്രസംഗിച്ചത് അല്ലെ. പക്ഷെ ഇപ്പോൾ നമ്മൾ പുൽപ്പിറ്റിലൊക്കെ കേൾക്കുന്ന സുവിശേഷം എന്താ? അനുഗ്രഹത്തിന്റെ സുവിശേഷം, കൃപയുടെ സുവിശേഷം അല്ലെ. രക്ഷിക്കുന്ന യേശുവിനെ കുറിച്ച് ആരും പ്രസംഗിക്കുന്നില്ല. അനുഗ്രഹിക്കുന്ന യേശുവിനെ കുറിച്ച് എല്ലാവരും പ്രസംഗിക്കുന്നത്. റോമർ 5:5 എങ്ങനെയാ പറയുന്നേ? റോമർ 1:5 ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിച്ച യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രൻ എന്ന് നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന ഒരു യേശു. 1 തീമോഥെയോസ് 1:15 പറയുന്നു, ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള. എന്തിനു വേണ്ടിയാ ക്രിസ്തുവേശു വന്നേ? നമുക്ക് അനുഗ്രഹം തരാനാണോ വന്നത്? നമ്മളുടെ രോഗം സൗഖ്യമാക്കാനാണോ വന്നത്? നമ്മൾക്ക് ധനം തരാനാണോ, നമുക്ക് സമ്പത്ത് തരാനാണോ ക്രിസ്തു വന്നത്? അതിനൊന്നുമല്ല. അതൊക്കെ ആ സൈഡിലുണ്ട്, അത് ശരിയാ. ദൈവം രോഗങ്ങളെ സൗഖ്യമാക്കും, ദൈവം നമുക്ക് സമ്പത്ത് തരും, നമുക്കുള്ളതൊക്കെ തരും, അതൊക്കെ ശരിയാണ്. പക്ഷേ പ്രാഥമികമായി കർത്താവ് ഈ ലോകത്തിൽ വന്നതിന്റെ ലക്ഷ്യം ആ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചത് മൂലം സകല മനുഷ്യരും അവർ പാപം ചെയ്തു. അതിന്റെ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും സകല മനുഷ്യരിലും കടന്നിരിക്കുന്നു. അങ്ങനെ സകല മനുഷ്യരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും സകല മനുഷ്യരിലും കടന്നു അല്ലെ. അങ്ങനെ പാപം ചെയ്ത മനുഷ്യനെ, നിത്യമരണത്തിന് അടിമകളാക്കി തീർന്ന മനുഷ്യനെ നിത്യരക്ഷയിലേക്ക് കൊണ്ടുവരുവാനാണ് ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുകയും പുത്രൻ ഈ ലോകത്തിൽ വന്ന് നമ്മളുടെ പാപങ്ങളെ ഏറ്റെടുത്ത കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കുകയും നമുക്ക് ആത്യന്തികമായ പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്നും ആത്യന്തികമായ ഒരു വിടുതൽ തരികയും ചെയ്തു. അതുകൊണ്ടല്ലേ റോമാലേഖനം 8:1 പറയുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമുക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു യേശുവിനെ പ്രസംഗിച്ചു. ആ യേശുവിനെയാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരെ പഠിപ്പിച്ചത്. പക്ഷേ അവരുടെ ഇടയിൽ വന്ന ദുരുപദേഷ്ടാക്കന്മാർ ആ യേശുവിനെ അല്ല പ്രസംഗിച്ചത് ഇപ്പോൾ നാം പുൽപ്പിറ്റുകളിൽ കേൾക്കുന്നത് പോലെ രോഗം മാറ്റുന്ന യേശുവിനെയും അനുഗ്രഹം തരുന്ന യേശുവിനെയുമാണ് അവർ പ്രസംഗിച്ചത്. അതുകൊണ്ട് പൗലോസ് പറയാ, അങ്ങനെ ഒരു യേശുവിനെ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്തു എന്ന്, നിങ്ങൾ അവർക്കെതിരെ നിന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ദൈവത്തിന്റെ എരിവോടെ നിങ്ങളെ കുറിച്ച് എരിവുന്നു. യെരൂശലേം ഇസ്രായേൽ ജനം പാപം ചെയ്തപ്പോൾ ദൈവം പറഞ്ഞ്, ഞാൻ നിങ്ങളുടെ ഭർത്താവാകുന്നു, എന്നെ വിട്ട് നിങ്ങൾ അന്യദൈവങ്ങളെ സേവിച്ച് പരസംഗം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലേ. ഹോശേയ പുസ്തകത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പൊ ആ ഒരവസ്ഥയിലേക്ക് കൊരിന്ത് ജനം മാറിപ്പോയി. ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു ജനമായിരുന്നല്ലേ, ക്രിസ്തുവേശുവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരെന്നാ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ ലേഖനം തുടങ്ങുമ്പോ തന്നെ പറയുന്നത്.
ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരെന്നാ പറയുന്നത് അല്ലേ. അപ്പം കൊരിന്ത്യർ ആരായിരുന്നു ഒന്നുകൂടെ ഞാൻ പറയാം. പൗലോസ് ആ ഒന്ന് കൊരിന്ത്യർ 1-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ് ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ സൊസ്തനോസും കൊരിന്ത്യയിലെ ദൈവസഭയ്ക്ക് ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന വിശുദ്ധന്മാർ ഏവരോടും കൂടെ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്കാന്നാ പറയുന്നത്. അപ്പൊ ആ ക്രിസ്തുവേശു വിശുദ്ധീകരിക്കപ്പെട്ടവരായിരുന്നു, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന വിശുദ്ധന്മാരായിരുന്നു. പക്ഷെ എന്ത് പറ്റി? അവര് ഏകാഗ്രതയോടും നിർമ്മലതയോടും കൂടെ ആ ഒരു കുഞ്ഞാടിന്റെ കല്യാണം വരെ, അല്ലെങ്കിൽ തങ്ങളുടെ ആ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ക്രിസ്തുവിനോടുള്ള നിർമ്മലതയിലും ഏകാഗ്രതയിലും ജീവിക്കേണ്ട അവർ വേറൊരു യേശുവിനെ പ്രസംഗിച്ചപ്പോൾ അതിനെ കൈക്കൊള്ളുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ അടുത്ത എന്ത് വായിക്കുന്നത്? നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവ്, ഒരേ ഒരു ആത്മാവ് മാത്രമേ ഉള്ളൂ അല്ലേ? അത് പരിശുദ്ധാത്മാവാണ്, സത്യത്തിന്റെ ആത്മാവാണ്, എല്ലാ സത്യത്തിലും വഴി നടത്തുന്ന ആത്മാവാണ്. അപ്പൊ ഇപ്പോൾ നാം കേൾക്കുന്ന ആത്മാക്കളൊക്കെ എന്തുവാ? നിലത്ത് കിടന്നുരുളുന്ന ആത്മാവ് അല്ലെ? അങ്ങനെയൊക്കെയുള്ള ആത്മാവിനെ നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയുള്ള ആത്മാക്കളൊന്നും അല്ല. അത് ക്രിസ്തുവേശു നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ നമുക്ക് ഉപദേശിച്ചു തരുന്ന ആത്മാവ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മെ ക്രിസ്തുവിലേക്ക് നടത്തുന്ന ആത്മാവ്. ആ ക്രിസ്തുവിന്റെ ഏകാഗ്രതയും നിർമ്മലതയും വിടാതെ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ, നമ്മളുടെ മരണം വരെ, അല്ലെങ്കിൽ കുഞ്ഞാടിന്റെ കല്യാണം വരെ നമ്മെ നിഷ്കളങ്കതയോടെ ഏകാഗ്രതയോടെ നടത്തുന്ന ആത്മാവ്. പക്ഷെ ഇപ്പോൾ പറയുന്ന ആത്മാവ് അതൊന്നും അല്ല അല്ലേ? അത് ലോകത്തിന്റെ മോഹങ്ങൾ അനുസരിച്ച് നമ്മളെ നടത്തുന്ന ആത്മാക്കളെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത് അല്ലേ? ഇങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. പക്ഷെ കർത്താവ് പറയുന്ന ആത്മാവ് ഏതാ? നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളത് ഒക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം കർത്താവ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനത്തിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ മാത്രമേ സത്യത്തിന്റെ ആത്മാവ് സംസാരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിനക്ക് അനുഗ്രഹം കിട്ടുമെന്ന് പറയുന്ന ആത്മാവൊന്നും അല്ല. അങ്ങനെയുള്ള ആത്മാവിന്റെ പുറകെ പോയാൽ നാം പോകുന്നത് ലോകത്തിന്റെ ആത്മാവിന്റെ പുറകെ ആയിരിക്കും. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഒക്കെ നമ്മെ ആ ലോകത്തിലേക്ക് വലിച്ചിഴയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. ആ ആത്മാവാണ് ഈ സമയങ്ങളിലൊക്കെ പ്രസംഗിപ്പിക്കപ്പെടുന്ന ആത്മാവ്. അതിന്റെ പുറകെ അല്ല പോകേണ്ടത്. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. റോമാലേഖനം 8:15 പറയുന്നു, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, ഞങ്ങൾ അബ്ബാ പിതാവേന്ന് നാം അബ്ബാ പിതാവേന്ന് വിളിക്കപ്പെടുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രേ ഞങ്ങൾ പ്രാപിച്ചത് അല്ലെ? അങ്ങനെ ഒരു ആത്മാവിനെ പ്രാപിച്ചവർ മറ്റൊരാത്മാവിനെ പ്രസംഗിച്ചപ്പോൾ അതിന് അക്സെപ്റ്റ് ചെയ്തു, അതിനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്, വലിയ ശക്തിയുള്ള ഒരാത്മാവ്, ആ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ഒരാത്മാവ് അല്ലെ, മരണത്തിൽ നിന്ന് ഉയർപ്പിപ്പാൻ കഴിയുന്ന ഒരാത്മാവിനെയാണ് ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. വെറുതെ ഒരാത്മാവിനെ അല്ല ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. മരിച്ചവരെ ഉയർപ്പിപ്പാൻ കഴിയുന്ന ഒരാത്മാവ്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ആത്മാവിനെ വിട്ടിട്ട് അവർ വേറെ ഒരു ആത്മാവിന്റെ പുറകെ പോയതാണ്. ഇവിടെ അവര് പ്രസംഗിക്കുക ആത്മാവ്
ദൈവത്തിന്റെ ആത്മാവല്ല, അത് ലോകത്തിന്റെ ആത്മാവായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയാ, ആ ലോകത്തിനുള്ളതിനും ജഡത്തിനുള്ളതിനെയും നിങ്ങൾക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയത്തു. അതുകൊണ്ടല്ലേ അവര് പറഞ്ഞത്, അവര് തങ്ങളെ തന്നെ തങ്ങളോട് ഉപമിക്കുകയും മറ്റുള്ളവരെ തങ്ങളോട് ഉപമിക്കുകയും ചെയ്യുക അല്ലേ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അവരെ സുവിശേഷത്താൽ ജനിപ്പിച്ച പിതാവിന്റെ ഒരു ഒരവസ്ഥയിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ പിതാവിനെ പോലെ അവരോട് ഇടപെട്ട, അല്ലെങ്കിൽ അവരോട് സ്നേഹം കാണിച്ച് അവരെ ഉപദേശിച്ച, ദൈവത്തിന്റെ വചനം പഠിപ്പിച്ച ആ പൗലോസ് അപ്പോസ്തലനെ പോലും ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലായതിന് കാരണം എന്താണ്? അവരിലുള്ള ആത്മാവ് ലോകത്തിന്റെ ആത്മാവാണ്, സാത്താന്റെ ആത്മാവാണ്, പൈശാചികമായ അങ്ങനെയുള്ളവർക്ക് മാത്രമേ അങ്ങനെ തങ്ങളുടെ പിതാക്കന്മാരെ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരെ ചോദ്യം ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നു, അവിടെ വേറൊരു സുവിശേഷം പ്രസംഗിച്ചു. അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതിന് വിപരീതമായ വേറൊരു സുവിശേഷം അവർ പ്രസംഗിച്ച എന്തുവാ? 1 കൊരിന്ത്യർ 15:1-2 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമുക്കൊന്ന് വായിക്കാം. നമ്മൾ പഠിച്ചതല്ലേ, വായിച്ചു പോവാം. 1 കൊരിന്ത്യർ 15:1-2-3. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷവും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാമല്ലെന്ന് വരികിൽ, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിക്കുമെന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. പ്രസംഗിച്ച എന്തുവായിരുന്നു? സുവിശേഷം എന്തായിരുന്നു? ക്രിസ്തു നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. എന്തിനു വേണ്ടിയാ? നമ്മളെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു യഥാർത്ഥ സുവിശേഷമായിരുന്നു പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ച യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷം. പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞു, അതാണ് എന്റെ സുവിശേഷവും, ആ പാപികളെ രക്ഷിക്കുന്ന യേശു. പക്ഷെ ആ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ, പൗലോസിന്റെയും അപ്പല്ലോസിന്റെയും സമയത്ത് തന്നെ, അധികം താമസിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഇടയിൽ ദുരുപദേഷ്ടാക്കന്മാർ കടന്നു വരികയും അവർ കേട്ട ആ യേശുവിൽ നിന്നും, അവർ കേട്ട അവർക്ക് ലഭിച്ച ആത്മാവിൽ നിന്നും, അതുപോലെ തന്നെ അവർ കേട്ട ആ സുവിശേഷം നിന്നും അവർ വഷളായി പോകുവാനായിട്ട് ഇടയായി തീർന്നു. അവരുടെ ഇടയിൽ കടന്നു വന്ന ആ ദുരുപദേഷ്ടാക്കന്മാർ അവരെ വഞ്ചിച്ചു. ആ ഒരു അപകടം അവർക്ക്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ആ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് മാറിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു, അല്ലെ. അവർ വേറൊരു സുവിശേഷം കൈക്കൊണ്ടു. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടെ ഇടയിലും വന്ന ദുരുപദേഷ്ടാക്കന്മാർ അവിടെ പ്രസംഗിച്ച സുവിശേഷത്തിന് വിരോധമായി അവരെ വേറൊരു സുവിശേഷത്തിലേക്ക് നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഗലാത്യ ലേഖനം 1:6-7-8 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 6-7-8. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാനിച്ഛിക്കുന്നു, അല്ലേ. ആ ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്ന വേറൊരു സുവിശേഷം. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്ന് വേറൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവർ ശപിക്കപ്പെട്ടവൻ. 10-ാമത്തെ വാക്യം പറയുന്നു, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന് ദാസരായിരിക്കില്ല. അവിടെ പറഞ്ഞ സുവിശേഷം എന്തായിരുന്നു? മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന സുവിശേഷം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന സുവിശേഷമായിരുന്നില്ല. ക്രിസ്തു പാപികളെ രക്ഷിപ്പാനായിട്ടാണ് ഈ ലോകത്തിൽ വന്നത്. പക്ഷെ അവരതൊക്കെയും മറിച്ചു കളഞ്ഞിട്ട് വേറൊരു സുവിശേഷം അവിടെ പ്രസംഗിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ പൗലോസും കൊരിന്ത്യരെ കുറിച്ച് വിഷമിക്കുകയാണ് ചെയ്യുന്നത്. അവരും ആ അപകടത്തിലായി പോകുമോ എന്ന്. ദൈവത്തോടുള്ള ആ നിർമ്മലതയൊക്കെ വിട്ട്, ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് ആ സാത്താൻ ചതിക്കുന്ന ആ കുഴിയിലേക്ക്, ആ വഷളത്വത്തിലേക്ക് ആയി പോകുമോ എന്ന് ഭയക്കുകയാണ് ചെയ്യുന്നത്. ആ മാനസാന്തരത്തിലെ സുവിശേഷം പ്രസംഗിച്ച ഇടത്ത് കൃപയുടെയും മറ്റ് അനുഗ്രഹങ്ങളുടെയും സുവിശേഷം പ്രസംഗിക്കപ്പെടുകയും അവർ അതിലേക്ക് മാറിപ്പോവുകയും ചെയ്യുവാനായിട്ട് ഇടയായി തീരുകയും ചെയ്യുന്നു. 2 തീമോഥെയോസിന്റെ ലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എങ്ങനെയാണ്?
കേൾക്കുന്നവരെ മറിച്ച് കളയുന്ന സുവിശേഷം. അയച്ചു പോകാം. 2 തിമോഥെയോസ് 2-ാം അധ്യായം. കേൾക്കുന്നവരെ മറിച്ചു കളയുന്ന സുവിശേഷം. കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിനാൽ, 14-ാം വാക്യം, കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയായി അവരെ ഓർമ്മപ്പെടുത്തുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനാൻ ദൈവത്തിന് കൊള്ളാവുന്നതിനായി നിൽപ്പാൻ ശ്രമിക്കുക. ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞ് ഇരിക്കുക. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അവരുടെ വാക്കുകൾ അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടേയിരിക്കും. ക്യാൻസർ സെൽസ് എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്താ പോകുന്നത്? നോർമൽ സെൽസിനേക്കാളും എത്രയോ മടങ്ങായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത് പോലെ നല്ല സുവിശേഷം കേൾക്കുന്നിടത്ത് ആളുകളില്ല അല്ലെ. മറ്റൊരു സുവിശേഷം പ്രസംഗിച്ചതും മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നതുമാണ് ആൾക്കാർ കൂടി വരുന്നത്. അത് അത്ഭുത വ്യാധി പോലെ മനുഷ്യനെ കവർന്നുകൊണ്ടേയിരിക്കും. സാത്താൻ തനിക്ക് അധികം നാളുകൾ ഇല്ല എന്നറിഞ്ഞ് അല്ലെ ഊടാടി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുക. അവന്റെ വലയിലേക്ക് ആൾക്കാരെ കൂട്ടുവാനായിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ 2 തിമോഥെയോസിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സിലോർ എല്ലാ ഉപദ്രവവും ഉണ്ടാകും. അപ്പൊ മറ്റുള്ളവരെ വഞ്ചിക്കപ്പെടാതിരിക്കാൻ, ആ സുവിശേഷത്തിൽ അകപ്പെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. നമ്മെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നാം ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് കളയാതെ അന്ത്യത്തോളം ക്രിസ്തുവിന് ആ ഏകാഗ്രതയോടെ നാം ജീവിക്കണം. പൗലോസ് അപ്പോസ്തലൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയുക, ഞാൻ നല്ല പോർ പൊരുതോട്ടം തികച്ച് വിശ്വാസം കാത്തിന് നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. നമുക്കും ഒരു നീതിയുടെ കിരീടം വച്ചിരിക്കുന്നുണ്ട്. തീയതിനെ വിട്ട് നല്ലതിനോട് പറ്റിച്ചേരുക. എന്നാൽ മാത്രമേ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്കായി തീരുവാനായിട്ട് കഴിയില്ല. കർണരസമാകുന്ന സുവിശേഷം അങ്ങനെയല്ലേ പറയുന്നത്. 2 തിമോഥെയോസ് 4:3 പറയുന്നുണ്ട്, കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തോണം ഒരു ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്നു. സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ സുവിശേഷം എങ്ങനെയാ നമ്മളെ ശാക്തീകരിക്കുന്നത്, നമ്മളെ നിർമ്മലതയിലാക്കുന്നത്? 2 തിമോഥെയോസിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായം 15-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകും. സത്യവചനം എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ക്രിസ്തുവിലേക്ക് നമ്മെ നയിക്കുന്നതാ, നമ്മെ ശുദ്ധീകരിക്കുന്നതാ, നമ്മെ നീതീകരിക്കുന്ന, നമ്മെ തിരുത്തുന്നതാ. നമുക്ക് ശുദ്ധീകരണം തരാത്ത, നമ്മെ നിർമ്മലീകരിക്കാത്ത, നമ്മെ നീതീകരിക്കാത്ത, നമ്മെ കറക്റ്റ് ചെയ്യാത്ത ഒരു സുവിശേഷവും ക്രിസ്തുവിന്റെ സുവിശേഷമല്ല. ഓർക്കണം, നമ്മെ ആ ഒരു ഇളക്കി മറിപ്പിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന സുവിശേഷം ഒരിക്കലും നമുക്ക് ക്രിസ്തുവിന്റെ സുവിശേഷമല്ല. കർണരസമാകുമാറ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന സുവിശേഷം അത് ക്രിസ്തുവിന്റെ സുവിശേഷമല്ല. നമ്മെ എപ്പോഴും ശാസിക്കുന്ന, നമ്മെ കറക്റ്റ് ചെയ്യുന്ന സുവിശേഷമാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കൾ ദൈവവചനം ഭംഗിയോടെ പഠിക്കണം, അത് വായിക്കണം, അത് ധ്യാനിക്കണം, അത് കാണാതെ പഠിക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് സാത്താന്റെ വഞ്ചനയിൽ നിന്ന്, ഈ ദുരുപദേശത്തിൽ നിന്നൊക്കെ നമുക്ക് മാറുവാനായിട്ട് കഴിയത്തുള്ളൂ. നല്ലതറിയാൻ നാം എങ്ങനെയാ തീയതിനോട് എതിർത്ത് നിൽക്കുന്നത് അല്ലേ? നമ്മുടെ ഹൃദയം നമ്മൾ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ തീയതെല്ലാം കൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് സ്ഥാനം പിടിക്കും. പക്ഷെ നമ്മൾ നല്ലത് കൊണ്ട് ഹൃദയത്തെ നിറച്ചു കഴിഞ്ഞാൽ ആ തീയതിലേക്ക് പോകാത്ത നമ്മെ കാത്തു പരിപാലിക്കും അല്ലെ. വചനം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുക. എന്നാൽ മാത്രം നമ്മൾ ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ആകയാൽ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും രമ്യമായതൊക്കെയും നീതിയായതൊക്കെയും തന്നെ ചിന്തിച്ചു കൊള്ളുക എന്ന് പറഞ്ഞല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതാണ്. അപ്പൊ നമ്മൾക്ക് ഈ സത്യമായതും ഘനമായതും നീതിയായതൊക്കെ നമ്മൾ ചിന്തിക്കണം, അതിനെ ധ്യാനിക്കണം. അതൊക്കെ സത്യവചനം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നിറയ്ക്കുക. എന്നാൽ നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നല്ലോ വായു പ്രസ്താവിക്കുന്നത്. ഹൃദയത്തെ നിറച്ചാൽ മാത്രമേ
നമ്മൾക്ക് മറ്റതിങ്കിലേക്ക് പോകാതിരിക്കാനായിട്ട് ഇടയായി തീരുക. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ നമ്മൾ യൂദായുടെ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, വിശ്വാസത്തിനു വേണ്ടി പോരാടുക. യേശുക്രിസ്തുവിനെ നിരസിക്കുന്ന ചിലർ അവിടെ നുഴഞ്ഞു വന്നിരിക്കുക ചെയ്യുന്നത്. അപ്പൊ ആ ദൈവവചന സത്യത്തിൽ വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്ന് പറയുമ്പോൾ എല്ലാരും പറയും വിശ്വാസത്തിന് വേണ്ടി. ആ വിശ്വാസം അല്ല അവിടെ പറഞ്ഞ, സത്യവചനത്തിനു വേണ്ടി പോരാടുക എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കൊരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം എന്നാ പറയുന്നത്. നമുക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം, നമുക്ക് സത്യവചനമാ തന്നിരിക്കുന്നത്. അതിനുവേണ്ടി പോരാടുക. സത്യവചനത്തിൽ നിന്ന് തെറ്റിദ്ധരിപ്പിച്ച് കളയാനായിട്ട്, വഷളാക്കി കളയാനായിട്ട് അനേകർ വന്നുകൊണ്ടിരിക്കുക. ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്, അവരെ ദൈവത്തിന്റെ വചനത്തെ മാറ്റിക്കളഞ്ഞു, ക്വസ്റ്റ്യൻ ചെയ്തു ആദ്യമല്ലേ. അത് തന്നെ ഡിനേ ചെയ്തു, അത് ശരിയല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തോ ചെയ്തു, ദൈവത്തിന്റെ വചനത്തെ റീപ്ലേസ് ചെയ്തിട്ട് സ്വന്തം വചനങ്ങൾ അവിടെ കൂട്ടിച്ചേർത്ത് കളഞ്ഞു. ഇവിടെയും സംഭവിക്കുന്ന ആദ്യമൊക്കെ നമ്മൾ കേൾക്കുമ്പോഴൊക്കെ, നമ്മൾ എല്ലാവരും കേൾക്കുന്നവരാ അല്ലെ ദൈവവചനങ്ങളിൽ, നമ്മൾ മീഡിയയിൽ നിന്നെല്ലാം ഇഷ്ടം പോലെ കേൾക്കുന്നവരാ. പക്ഷെ ആദ്യമൊക്കെ തോന്നും അത് ശരിയാണെന്നൊക്കെ. കുറച്ചങ്ങോട്ട് കേട്ട് കഴിയുമ്പോഴാണ് പറയുന്നത് മനസ്സിലാകുന്നത്, ഇത് നമ്മൾ വിശ്വസിച്ച സുവിശേഷമല്ല, നമ്മൾ നമുക്ക് കിട്ടിയ ആത്മാവല്ല, നമ്മൾ കൈക്കൊണ്ട സുവിശേഷം അല്ലെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ ആദ്യം തന്നെ പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുക, നിങ്ങൾ ആ ദുരുപദേശത്തെ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തു. സാത്താൻ ദൈവപ്രതിമയ ക്രിസ്തുവിന്റെ ആ മഹത്വമുള്ള സുവിശേഷം ശോഭിപ്പാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി വെച്ചു, മറയിട്ട് വെച്ചേക്കുക. നിങ്ങൾ അതിലേക്ക് വീണ്ടും അങ്ങ് ചാടിപ്പോയി. ആ തേജസ്സുള്ള കർത്താവിനെ കാണാതിരിക്കാനായിട്ട് അവര് മറയിട്ട് വെച്ചിരിക്കുക. അവരെ കണ്ണടച്ച് നിങ്ങൾ വിശ്വസിച്ചു, അവരെ ശാസിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ അങ്ങനെയല്ലേ പറഞ്ഞ, ഒരുത്തൻ വന്ന് ആരും അയക്കാതെ കയറി വന്നു. ഒരുത്തൻ സ്വന്തം ഇഷ്ടപ്രകാരം വന്നിട്ട് ആ ദൈവത്തിന് അവര് കേട്ട യേശുവിനെ അല്ല, അവര് കൈക്കൊണ്ട യേശുവിനെ അല്ല, വേറൊരു യേശുവിനെ പ്രസംഗിച്ചു, വേറൊരു ആത്മാവിനെ പ്രസംഗിച്ചു, അതുപോലെ തന്നെ വേറൊരു സുവിശേഷം പ്രസംഗിച്ചു. അവിടെ ആ ജനതയെ ഈ ലോകത്തിലേക്ക് നയിക്കുന്ന ഒരു സുവിശേഷത്തിലേക്ക് അവരായിത്തീരുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുതയാകുന്നു. അപ്പം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ സ്വന്തമായിട്ട് പ്രശംസിക്കാനായിട്ട് ഇടയായി തീർന്നത്? അവര് നിർബന്ധിക്കുകയായിരുന്നു ചെയ്തത്. കാരണം ഒരിക്കലും തന്നിൽ പ്രശംസിക്കാനായിട്ട് ഇടയായി തീർന്നില്ല. പക്ഷെ ഇവിടെ കൊരിന്ത്യരോട് മാത്രമാണ് പൗലോസ് അപ്പോസ്തലൻ തന്റെ വ്യതകളെ കുറിച്ചും അതുപോലെ അപ്പോസ്തലത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. താൻ അപ്പോസ്തലന്മാർ ഒട്ടും കുറഞ്ഞവരല്ല എന്ന് പോലും ഇവിടെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവര് ക്രിസ്തുവിനുള്ള നിർമ്മലതയിലും ഏകാഗ്രതയിലും ഇരുന്നവർ ക്രിസ്തുവിനുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോകും. നമ്മൾ ആദ്യം കണ്ടു ആ ഒരു ഭയം, ആ ഒരു അപകടം വരുന്നു എന്നൊരു ഭയം വന്നു. പിന്നെ അതിന്റെ പിന്നിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ കണ്ടു. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ അല്ലെ. എന്നിട്ട് അവരെന്തുവാ ചതിച്ചത്? എങ്ങനെയാ? അവിടെ യേശുവിന്റെ സുവിശേഷം അല്ലെ, പൗലോസ് അപ്പോസ്തലൻ ഉപദേശിച്ച അല്ലെ പറഞ്ഞു കൊടുത്ത യേശുവിനെയോ അവർ പ്രാപിച്ച ആത്മാവിനെയോ അവര് പ്രസംഗിക്കാത്ത വേറൊരു സുവിശേഷത്തെയോ അല്ലെ, അവർ കേട്ട സുവിശേഷത്തിന് വിപരീതമായി വേറൊരു സുവിശേഷവും അവർ പ്രാപിച്ച ആത്മാവിന് വിപരീതമായി വേറൊരു ആത്മാവിനെ കുറിച്ച് കേൾക്കുകയും അതുപോലെ തന്നെ വേറൊരു യേശുവിന്റെ പുറകെ പോവുകയും ചെയ്തു എന്നുള്ള ഒരു അപകടം ഉണ്ടായി. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന അനേകം ഉപദേഷ്ടാക്കന്മാർ അവരുടെ ഇടയിൽ വന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു അല്ലെ. അപ്പൊ ഞാൻ പറയാണ്, ദൈവത്തിന്റെ എരിവോടെ ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യക ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിഷമായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മളോടുകൂടുള്ള ദൈവത്തിന്റെ വചനമാണ് ഇത്. ദൈവം നമ്മെ ക്രിസ്തു എന്ന ഏക പുരുഷന് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരു നമ്മൾ ആകേണ്ടതിനല്ല, ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരു ആകേണ്ടതിന് ക്രിസ്തുവിന് വേണ്ടി നമ്മെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ആ കർത്താവിന്റെ പ്രത്യക്ഷത വരെ അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഏകാഗ്രതയിൽ ജീവിപ്പാനാണ് ദൈവം നമ്മെ ആഗ്രഹിച്ചത്. നമ്മളെ സാത്താന്റെ വഞ്ചനയിൽ കുടുങ്ങിപ്പോകാതെ ഈ ലോകത്തിന് അനുരൂപമാകുന്ന നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവം ഇന്ന് തിരിച്ചറിഞ്ഞ് മനസ്സും ശരീരവും പുതുക്കി രൂപാന്തരപ്പെടുവാൻ ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.